പക്ഷെ നമ്മുടെ പ്രശ്നം ഇവിടെ ആരാണ്? ജി സുധാകരൻ സാറാണ്. അദ്ദേഹം എന്തായാലും UDF-ന്റെ ഇതിൽ മത്സരിക്കും, UDF-ന്റെ സപ്പോർട്ടോടി മത്സരിക്കും. അമ്പലപ്പുഴയിൽ UDF ഒരു സ്ഥാനാർത്ഥിയെ ഇടില്ല, കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ ഇടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും നാളെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ട്. അദ്ദേഹം നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് ഉള്ള ഒരു വിരുന്ന് തന്നെ തരും. കാരണം അറിയാമല്ലോ, ജി സുധാകരൻ സാറാണ്. ചിലപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിപരമായും ചിലപ്പോൾ അദ്ദേഹം വളരെ താഴ്ന്ന രീതിയിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. എന്താണെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇത്തിരി മിതത്വം വരുവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പോലീസിന്റെ കാര്യം പറഞ്ഞ പോലെ മൃദുഭാവേ ദൃഢഗാത്രേ എന്ന് പറയുന്ന പോലെയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ. അവർ അധികം വലിയ കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞ് വലിയ പ്രക്ഷോഭത്തിനൊന്നും അവർ പോകാറില്ല. പക്ഷേ എവിടെ അടിച്ചാൽ എവിടെ ഗോൾ വീഴും എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു പാർട്ടി നേതാവാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അമരത്തിരിക്കുന്നത്. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് എന്നോട് ചേട്ടൻ പറഞ്ഞത്, നോക്കൂ അദ്ദേഹം ട്രെൻഡിനൊപ്പമാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം എന്താണ് ട്രെൻഡ്. അദ്ദേഹം ഏത് ട്രെൻഡിനൊപ്പം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എവിടെ വോട്ട് നേടാൻ പറ്റുമെന്നുള്ള അറിയാം. ഇത്തവണ ഉറപ്പായും അദ്ദേഹം തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നത് എന്നെ മനസ്സ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കാലിബർ ഉണ്ട്.